കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന പീച്ചിങ്ങായും ചെമ്മീനും ഇട്ടുള്ളൊരു മസാല പോലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ അന്നത്തെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. എബ്രായർ 13:5 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇന്ന് മനുഷ്യരെല്ലാം ഈ സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് ഇതിനു വേണ്ടിയിട്ട് പരക്കം പായുന്ന അവസരങ്ങളൊക്കെയാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷവും വരുത്തി വയ്ക്കും. കാരണം കുടുംബങ്ങളിലെ കലഹങ്ങൾ, മറ്റുള്ളവരുടെ ആഗ്രഹിക്കുക, മോഷ്ടിക്കാൻ പോവുക, ഇങ്ങനെയുള്ളതെല്ലാം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു ദ്രവ്യാഗ്രഹം മനുഷ്യനിൽ ഇല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കും, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എല്ലാം കഴിയും. അസൂയ, പണക്കം, ഇതെല്ലാം വരുന്നത് ഈ ദ്രവ്യാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇന്ന് ദ്രവ്യാഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കൂടുതൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും നമ്മിൽ താഴെ കടയുള്ളവർ ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരും നമുക്ക് ചിന്തിച്ചുകൂടെ. അപ്പോൾ അതേ രീതിയിൽ അങ്ങനെയുള്ളവർ സമ്പത്തിനോട് അത്യാഗ്രഹം ഉണ്ടാകാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം അങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പീച്ചിങ്ങ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പീച്ചിങ്ങ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഇത് പീച്ചിങ്ങ എന്നാണ് പറയുന്നത്. പലരും പല രീതിയിലായിരിക്കും പറയുന്നത്. ഇത് ഞാനിവിടെ അരിഞ്ഞ് കട്ട് ചെയ്തിപ്പോൾ അത് ഈ മൂക്കാത്തതാകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരു കളയണമെന്നില്ല, അങ്ങനെ തന്നെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അര കിലോ പീച്ചിങ്ങ ക്ലീൻ ചെയ്തത് 1 കിലോ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ 2 ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു, ടൂത്ത് പിക്കും കൊണ്ട് അതിൻ്റെ ഇത് എടുത്ത് കളയാൻ എളുപ്പം. ഇങ്ങനെ ഇത് കുത്തിയിട്ട് പതിയെ നിങ്ങൾ പൊക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തെ ഇങ്ങനെ പോരും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് അതിൻ്റെ നൂല് വളച്ച് കളയാൻ പറ്റും. ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തത് ഞാൻ കാണിക്കാമെന്നോർത്ത്, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നടുകെ കീറാണ്ട് തന്നെ നമുക്കിത് മുഴുവൻ വലിച്ചെടുത്ത് കളയാൻ പറ്റും. ഇനി അത് ക്ലീൻ ചെയ്ത് പിന്നെ അതിലേക്ക് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പ് വെച്ചത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പീച്ചിങ്ങാകുമ്പോൾ ഇതിന് ഒരുപാട് എണ്ണ വേണമെന്നില്ല. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുവിധം അങ്ങ് ഇതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ ഇവിടെ ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്താൽ ഒന്ന് വഴറ്റി, ആ കൂടെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. ഇപ്പോൾ ഉള്ളി ഒരുവിധം ഒക്കെ വഴന്നു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചമുളക് അധികം എരിവില്ലാത്ത മുളകാണ്. എരിവല്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാകുമ്പോൾ അധികം എരിവ് വരില്ല, കളറും കിട്ടും. അപ്പോൾ തീ കുറച്ച് ഒന്ന് വെച്ചിട്ട് ആ പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പീച്ചിങ്ങായിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആ പീച്ചിങ്ങ ഇടാം. പീച്ചിങ്ങ ഇട്ട് നല്ല പീച്ചിങ്ങയിൽ തന്നെ വെള്ളം വരുന്നതാണ്. പിന്നെ വെജിറ്റബിളിനൊക്കെ പെട്ടെന്ന് എരിവ് പെട്ടെന്ന് കൂടും. അപ്പോൾ ഇതിലിരുന്നൊന്ന് വേകട്ടെ. ഉപ്പും ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട്
ഒരു മീഡിയം ഫ്ലെയിമിലിരുന്നാൽ മതി, ഒന്നങ്ങ് വേകട്ടെ. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതൊരു അല്പം തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്ത് ഇളക്കിയിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനിട്ട് അധികം സമയം, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. ചെമ്മീൻ അധികം വെന്ത് പോകുമ്പോൾ റബ്ബർ പോലെയായിപ്പോവും. അപ്പോൾ ഒന്നോടെ അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് നോക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഫ്രഷായിട്ട് ഇത്തിരി കറിവേപ്പില അങ്ങോട്ട് ഇടാം. നല്ല കറിവേപ്പില, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ അത് ഇടാം. ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ ചെമ്മീൻ കറി നന്നായിട്ടുണ്ട്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ഞങ്ങളിവിടെ ചപ്പാത്തിക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.